ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഈ വരുന്ന ജൂൺ 30 വരുന്ന വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് ഇലക്ട്രിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഈ ഒരു പോസ്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇതിന്റെ വ്യത്യസ്ത സ്ഥാപനങ്ങൾ, അതായത് ടെക്നിക്കൽ സ്കൂളുകൾ, അതുപോലെ തന്നെ കോളേജുകൾ, പോളിടെക്നിക്കൽ കോളേജുകളിലോട്ടൊക്കെ മാറുമ്പോൾ ഈ പോസ്റ്റിന്റെ പേര് മാറും. എന്നാൽ സാലറി സ്കെയിൽ സിമിലർ തന്നെയായിരിക്കും. അതായത് നിങ്ങൾ ഈ പറയുന്ന എല്ലാ പേരുകളിലും ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തുടക്കക്കാരൻ, അതായത് നിങ്ങൾ ഇതിൽ പേരിൽ ഏത് പോസ്റ്റിൽ കയറിയാലും ഒരു ബിഗിനർക്ക് നിങ്ങളുടെ ഇൻഹാൻഡ് എത്ര രൂപ സാലറി കിട്ടും എന്നറിയുവാനുള്ളൊരു ആകാംക്ഷയുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര രൂപ സാലറി കിട്ടും എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ആദ്യമായിട്ട് നമുക്കറിയാം, ഒരു എംപ്ലോയിയെ കയറുമ്പോൾ എംപ്ലോയിക്ക് ആദ്യം അറിയേണ്ടതിന്റെ ബേസിക് സാലറി ആയിരിക്കും. അതിനുശേഷം അതിന്റെ കൂട്ടത്തിൽ ആഡ് ഓൺ ആയിട്ട് ഒരു തുടക്കക്കാരൻ, അതായത് ഒരു ഫസ്റ്റ് മന്ത് സെക്കൻഡ് മന്തിലൊക്കെ നിങ്ങൾക്ക് എത്ര കിട്ടും എന്ന് നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഉത്തരമാണ്. ആദ്യമായിട്ട് ഈ ഒരു പോസ്റ്റിന്റെ ബേസിക് പേ നമുക്കറിയാം, നോട്ടിഫിക്കേഷൻ പറയുന്ന പോലെ തന്നെ 41,300 രൂപയാണ് ഇതിന്റെ ബേസിക് പേ. ഇനിയും സർക്കാർ ജോലിക്കാർക്കൊക്കെ എന്തുണ്ട്, DA എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. 6,195 രൂപയാണ് ഇവിടെ DA ആയിട്ട് കൂടിയിരിക്കുന്നത്. അടുത്തതായിട്ട് HRA ആണ്. ഈ HRA വളരെ വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ജോലി ചെയ്യുന്ന പ്രദേശമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു റൂറൽ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ഡിപ്ലോമ കോളേജ് പ്രവർത്തിക്കുന്ന ഒരു റൂറൽ ഏരിയ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ HRA അതിന് ആനുപാതികമായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. എന്നാൽ കോട്ടയം പോലെയോ അതേ സമയത്ത് എറണാകുളം പോലെയോ തിരുവനന്തപുരം പോലെയോ ഒരു ടൗണിലാണ് നിങ്ങളുടെ സ്ഥാപനമെങ്കിൽ അതിനനുസരിച്ച് HRA ഉയർച്ച ഉണ്ടാവും. ഇവിടെ ഈ സ്ഥാപനം നമ്മൾ എടുത്തിരിക്കുന്ന സാലറി സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകന്റെയാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന HRA എന്ന് പറയുന്നത് 1,682 രൂപ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇത് മുഴുവൻ ചേർത്ത് അദ്ദേഹത്തിന്റെ ഗ്രോസ്, അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ മാസം ഗവൺമെന്റ് തരുന്ന സാലറി എന്ന് പറയുന്നത് ഏതാണ്ട് 49,172 രൂപയാണ്. ഇത് നിങ്ങൾക്കുള്ള സാലറിയാണ്. എന്നാൽ നിങ്ങളുടെ കൈകളിലേക്ക് ഇത്രയും രൂപ ഒരുമിച്ച് വരില്ല. നമുക്കറിയാം, ഇതൊരു സർക്കാർ സംവിധാനമാണ്. ഇവര് സാലറി തരുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് വെൽഫെയർ തരുന്നുണ്ട്. വെൽഫെയറിന് ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷനും ഉണ്ട്. ഒപ്പം തന്നെ നിങ്ങളുടെ കൈകളിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷനും ഉണ്ട്. ഇവിടെ ആദ്യ മാസങ്ങളിലെ കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ സർവീസിലേക്ക് കയറി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ടറി പെൻഷൻ വരും. അത് കൂടാതെ നിങ്ങൾക്ക് EPF പോലുള്ള ഫെസിലിറ്റീസ് ഒക്കെ ആപ്ലിക്കബിൾ ആവും. അപ്പൊ കൂടുതൽ ഡിഡക്ഷൻ വരും. അതായത് സാലറിയും കൂടും, അതിനനുസരിച്ച് ഡിഡക്ഷനും കൂടും. ഇവിടെ ആദ്യ മാസങ്ങളിലെ ഡിഡക്ഷൻ മാത്രമാണ് കാണിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിലേക്ക് നിങ്ങളുടെ 1,600 രൂപ ഡിഡക്ട് ചെയ്യും. ഇനി കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് വരുന്നുണ്ട്. അതിന് 2 കട്ടിങ് വരുന്നുണ്ട്. ഒന്ന് 2,000 പിന്നെ 500. അങ്ങനെ 2,500 രൂപ നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ കട്ട് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് 4,100 രൂപ ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് നിങ്ങളുടെ വെൽഫെയർ ഓറിയന്റഡ് ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റുന്നതായിട്ട് കാണാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് മന്ത്ലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഒരു 45,047 ആണ്. അതായത് അത്ര മോശം സാലറി ഒന്നുമല്ല. 45,047 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു എന്ന വലിയ കാര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതായത് ഒരു സർക്കാർ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സർക്കാർ ജോലിയിൽ കയറുന്ന ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു സാലറി തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊട്ടും ചെറിയൊരു സാലറി അല്ല. ഒരു ഇലക്ട്രിക്കൽ മേഖലയിൽ എഞ്ചിനീയറിംഗ് ഉള്ള അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് തുടക്കക്കാരൻ എന്ന നിലയിൽ കിട്ടാവുന്ന ഉയർന്ന സാലറിയാണ്. ഈ സാലറിക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ തോറും മാറ്റം ഉണ്ടാവും. ഇനി നഗരമേഖലയിലാണെങ്കിൽ ഇത് വലിയ രീതിയിലേക്ക് മാറും. ഒരു 2 വർഷം 3 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇതൊരു 60-65 രൂപയിലേക്കൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് മാറും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ബോധ്യത്തിൽ വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാൻ. ഇനിയും ഈ ഇത്രയും സാലറി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിൽ എന്താണ്, നമുക്ക് അധ്യാപന മേഖലയിൽ തന്നെ ഒരു ജോലിയാണ് ലക്ഷ്യം. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ കോഴ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം എന്നൊരു നിലപാടോടുകൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു എക്സാമിനേഷൻ സമയബന്ധമായിട്ട് പഠിക്കാൻ പറ്റില്ല. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയേക്കാം, എന്നാലും ജോലി കിട്ടുന്ന റാങ്കിൽ എത്തണമെന്നില്ല. അതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി ലോങ് ബാച്ച് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് കോഴ്സിന്റെ വിശദവിവരങ്ങൾ അറിയുന്നതിനുമായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറക്കണ്ട, എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.